അപ്പോൾ ഇതാണ് ഇന്നത്തെ റെസിപ്പി. നമ്മുടെ യൂട്യൂബിലൊക്കെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന കൊച്ചിക്കോയ. അപ്പോൾ ആ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ ഈ കൊച്ചിക്കോയ ഉണ്ടാക്കിയവർക്ക് എല്ലാവർക്കും അറിയാം, ഈ ചെറുപഴം നന്നായി ഉടച്ചെടുക്കണം. മിക്സിയിലിട്ട് ഒരിക്കലും അടിക്കരുത്, നന്നായി ഉടച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ എല്ലാം ഈ ഒരു രീതിയിൽ ഉടച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ ഇട്ടൊരിക്കലും ഉടച്ചെടുക്കരുത്, ഈ ഒരു രീതിയിൽ കുത്തി ഉടച്ചെടുക്കുക. കൊച്ചിക്കോയ എന്നാണ് പേരെങ്കിലും കോഴിക്കോട്ടേർ കണ്ടുപിടിച്ചൊരു റെസിപ്പിയാണിത്. നല്ല രുചിയാണെന്നാണ് കേട്ടത്, ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. നെയ്യെല്ലാം ചേർത്ത് അവൽ നന്നായി വറുത്തെടുക്കണം, കറുമുറ എന്നിരിക്കണം. അപ്പോൾ നന്നായി വറുത്ത് വരട്ടെ. വറുത്തെടുത്ത നിലക്കടലിൻ്റെ ആവശ്യമുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം കളയണം. ഇനി ഉടച്ചെടുത്ത പഴത്തിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക. പശുവും പാലും ഒഴിച്ചെടുക്കുക. ഞാൻ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ശർക്കരപ്പാവ് ഒഴിച്ച് കൊടുക്കുക. മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരപ്പാവ് ഒഴിച്ച് കൊടുക്കുക. അരിച്ചെടുത്ത ശർക്കരപ്പാവ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ചതച്ച് കൊടുക്കുക, അത് ഞാൻ ചെയ്തിട്ടില്ല. ചെറുനാരങ്ങ ഞാൻ ചെയ്തിട്ടില്ല, അത് ഇഷ്ടമല്ലാത്തത് കാരണം അത് രണ്ടും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മുടെ കൊച്ചിക്കോയ റെഡി ആയിട്ടുണ്ട്. ഇത് സെറ്റ് ചെയ്യേണ്ട രീതി, ആദ്യം നമുക്ക് അവലിട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ പഴം ഉടച്ചത്, ശർക്കരയൊക്കെ ചേർത്തത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്. ആദ്യം അവലിട്ട് കൊടുത്തു, പിന്നെ പഴവും ശർക്കരയും തേങ്ങാപ്പാലും ചേർത്തു, പിന്നെ നിലക്കടല വറുത്തത്. ഇനി കൈ വെച്ച് നന്നായി കുഴച്ച് തിന്നണം എന്നാണ് ഇതിൻ്റെ രീതി. പക്ഷെ ഞാൻ അങ്ങനെ കഴിക്കണില്ല, ഞാൻ ടീസ്പൂൺ വെച്ച് നന്നായി ഇളക്കിയിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഇനി ഇത് കഴിച്ചതിൻ്റെ ശേഷം ഇതിൻ്റെ രുചി എന്താണ് അറിയട്ടെ.
അപ്പോൾ ഇതാ ഒരു രക്ഷയില്ല കേട്ടോ, അത്രയും ടേസ്റ്റ് തന്നെയാണ്. കഴിച്ചു കൊണ്ടുതന്നെ എടുക്കാൻ തോന്നുകയാണ്. ഇപ്പം തന്നെ ഞാൻ 4 ടീസ്പൂണ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. കൊച്ചിക്കായ സൂപ്പർ തന്നെയാണ്. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം. താങ്ക് യു. പേര് പോലെ തന്നെയാണ്, അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കൊച്ചിക്കായ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു രക്ഷയില്ല അതിൻ്റെ രുചി.